ഹായ് വെൽക്കം ടു ആൾ കൾച്ചർ. ഞാൻ ഇന്ന് ഈ ഒരു കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് കംപ്ലീറ്റ് ഇറ്റ്സ് ലൈക്ക് എ വാക്ക് ഡൗൺ ദ മെമ്മറി ലൈൻ. ഇതെല്ലാം നമുക്ക് പണ്ട് മുതലേ കാണുന്ന ഒരു സ്റ്റൈലാണ്. ആൻഡ് ബിക്കോസ് ഇറ്റ് ഇസ് ട്രഡീഷണൽ, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ലുക്കിൽ വരുന്ന സാരീസ് ആയതുകൊണ്ടും കൂടെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫീൽഡ് ഇതിനകത്ത് വരുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ്. അപ്പം എനിക്ക് ഇതിനകത്ത് കുറച്ച് വെറൈറ്റീസ് വന്നിരിക്കുന്നത് വെച്ചാൽ മോസ്റ്റ്ലി എല്ലാം വൈറ്റ് ബേസ് ആണ്. അതിനകത്ത് വൈറ്റ് ബേസ് അല്ലാതെ വരുന്ന ഈ ഒരു ബ്ലൂ ടോൺ, അതൊരു സീ ബ്ലൂ അങ്ങനത്തെ ഉള്ള ഒരു ഷെയ്ഡാണ്. ഇറ്റ്സ് എ വെരി പ്രിറ്റി കളർ. അപ്പോൾ ഇതിനകത്തൊക്കെയും മുന്നേ ഇതൊക്കെ നമ്മൾ പണ്ട് അമ്മമാരെ കൊടുക്കുന്ന കണ്ടുള്ളത് 2x2 ആയിട്ട് പെയർ ചെയ്തിട്ടാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഓൾ ഓവർ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് കളക്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. മോസ്റ്റ്ലി എല്ലാത്തിൻ്റെ ആണ്, പക്ഷേ ഇതിനകത്ത് ഈ ഒരു ഗ്രീൻ ടോണിൽ വരുന്നുണ്ടല്ലോ, അത് മാത്രം നമുക്ക് ഈ ഒരു സെയിം ബോർഡർ മാത്രം ഓൺ വൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം. എക്കോസ് സാരി, കോട്ടൺ സാരി കളക്ഷനാണ് കേട്ടോ ഞാൻ ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, സിമിലർ ആയിട്ടുള്ള രണ്ട് സാരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ അതിനകത്ത് വ്യത്യാസങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. വെരി സിമിലർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മൾട്ടിപ്പിൾ പീസസ് ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ രണ്ട് ഡിസൈൻസ് മാറി വന്നതാണ് കേട്ടോ അതിനകത്ത്. അപ്പോൾ അതിൻ്റെ പല്ലു ഇതാണ്. പല്ലുവിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ബ്ലൗസിൽ പക്ഷേ മേജർ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. നമുക്കിതിനകത്ത് ബ്ലൗസ് ഒന്ന് ലൈറ്റർ ഫീലിലായിട്ടാണ് കേട്ടോ വരുന്നത്. അത് ഭയങ്കര തിക്കായിട്ടുള്ള ഒരു പ്രിൻ്റായിട്ടല്ല, ഒരു ലൈറ്റർ ഫീലിൽ വന്നിരിക്കുന്ന പ്രിൻ്റാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓരോ ഓപ്ഷൻ വരുന്നത്. ഇതേപോലെ തന്നെ പക്ഷെ ബ്ലൗസിനകത്ത് ആ ഒരു പാറ്റേണിന് വേരിയേഷൻ ഉണ്ട്. മുന്നത്തെ വെച്ച് കഴിഞ്ഞാൽ ഒരു വൈൻ ഡിസൈൻ ആയിരുന്നെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ഇതാണ് അതിൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. ഒരു മോട്ടിഫായിട്ട് സ്കാറ്റേഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പല്ലുവിലും നമുക്ക് വ്യത്യാസം ഉണ്ട്. നമുക്ക് ആ പിക്ചറിലും ഒക്കെ മാക്സിമം നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ ചെക്ക് ഔട്ട് ദ പിക്ചേഴ്സ് ആസ് വെൽ. അപ്പം കൂടുതൽ പിക്ചേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മെസ്സേജ് മീ. അപ്പോൾ മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കറിയാം. ജസ്റ്റ് അതിനകത്ത് കയറി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ ഗിവ് യു ഓൾ ദി ഡീറ്റെയിൽസ് ആസ് വെൽ. അങ്ങനെ അത് എന്ത് ഡീറ്റെയിലാണ് കാണേണ്ടത്, ഡീറ്റെയിൽ ആയിട്ടൊന്ന് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഇൻ കേസ് ഐ മിസ്ഡ് സംതിങ് ഇൻ ദ വീഡിയോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബ്ലൂ ടോണിൽ വരുന്ന, സീ ബ്ലൂ ടോണിൽ വരുന്ന രണ്ട് ഓപ്ഷൻ. നെക്സ്റ്റ് ഈ ഒരു ലുക്കാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബേസ് വൈറ്റിൽ തന്നെയാണ് വരുന്നത്. നല്ല രസമുള്ള ഒരു ഡാർക്ക് ഓലിവ് ഗ്രീനിൻ്റെ ഷെയ്ഡ് കോമ്പിനേഷൻസ്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു വേവി ആയിട്ടുള്ള പാറ്റേൺ ആണ് എൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. ഫുൾ ഫ്ലോറലാണ്. ആൻഡ് ഇതാണ് എൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ. ബ്ലൗസിൽ നമുക്കിങ്ങനെയൊക്കെ കുറച്ച് പെയിൻസ് പാറ്റ് ഇതൊക്കെ കട്ട് ചെയ്ത് പോവും മോസ്റ്റ്ലി. ആൻഡ് ഇങ്ങനത്തെ ഇത് ഡാമേജും അല്ല കേട്ടോ, ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക്ഡ് ആയിട്ട് വരുന്നതാണ്. ഈ ഡൈസ് നാച്ചുറൽ അല്ല, കുറച്ച് സിന്തറ്റിക് ഡൈസ് വരുന്ന ഡൈസാണ്. മാക്സിമം ഞാൻ നാച്ചുറൽ ഡൈസ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഇത് രണ്ടും വരുന്നുണ്ട്. പക്ഷേ ഇത് സിന്തറ്റിക് ഡൈസാണ്, പക്ഷേ ഹാൻഡ് ബ്ലോക്ക്ഡ് ആയിട്ട് തന്നെ വരുന്നത്. ഇതാണ് എൻ്റെ ബ്ലൗസ് വരുന്നത്. ആൻഡ് ഇതെല്ലാം വെയർ ചെയ്തിട്ടുള്ള ലുക്സ് നമുക്ക് കാണാം. ആൻഡ് ദെൻ വി ഹാവ് ഈ ഒരു നെക്സ്റ്റ് ലുക്ക്. ഇതിനകത്ത് ബോർഡർ ഇത് പക്ഷേ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് മുന്നത്താണെങ്കിലും ഉടുത്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സ്നേഹം തോന്നുന്നത് ഈ ഒരു ലുക്ക്.